ഹലോ, നമ്മളെല്ലാവരും സ്ഥലം വരെ പോകുന്നതാണ്. പിന്നെ പോകുമ്പം പറയാം, എവിടെയാ പോകുന്നുണ്ടല്ലോ, പോകുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ നമ്മളിതാ പോകാൻ വേണ്ടി എല്ലാം റെഡിയായി. അങ്ങനെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പോകുന്നത് മീൻകുളം അമ്പലത്തിലാണ്. ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മളിവിടെ അടുത്തുള്ള അമ്പലത്തിൽ പിന്നെ പാലെല്ലാം കൊണ്ടു കൊടുത്ത്, ആദ്യമായിട്ട് കറന്നിട്ട് പാലെല്ലാം കൊണ്ടു കൊടുത്ത് ഇനിയിപ്പം മീൻകുളം അമ്പലത്തിൽ കൃഷ്ണൻ്റെ അടുക്ക പോകണം. കൃഷ്ണൻ്റെ അമ്പലത്തിലും കൂടെ കൊടുക്കണം അത്രയെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞായറാഴ്ച ദിവസം എല്ലാവരും ഇല്ലേരും ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടെ പോകുന്ന ഒന്ന് അമ്പലത്തിൽ പോയിട്ട് തോത് പാലെല്ലാം കൊടുത്തിട്ട് വരട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അപ്പോഴത്തേക്ക് 9 മണിയാകുമ്പോഴത്തേക്ക് ഇപ്പം പൂജ കഴിയുന്നുണ്ട് പോലും. പൂജ കഴിഞ്ഞ് പിന്നെ നടയടക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ പണിയെടുക്കുന്നുണ്ട്. രാവിലെ വേഗം പൂജ കഴിച്ചിട്ട് നടയടക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പാലെല്ലാം അവിടെ കൊടുത്ത് പിന്നെ നമ്മൾ പ്രസാദമെല്ലാം മേടിച്ചു. അങ്ങനെ നമ്മളിതാ പിന്നെ കുളത്തിലിറങ്ങി കാലെല്ലാം കഴുകിയിട്ട് നമ്മൾ ഇപ്പുറം എല്ലായിടയ്ക്കും പോയി തോവിട്ട് എല്ലായിടയ്ക്കും തോതിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയിന്ന്. അപ്പോൾ നമ്മളെല്ലായിടയ്ക്കും പോയി തോതിയിട്ട് വരട്ട്. പിന്നെ നമ്മൾ ആദ്യം തന്നെ കാരണം നമ്മൾ അമ്പലത്തിൽ കൊടുത്താലേ നമുക്കതൊരു പിന്നെ സമാധാനമല്ലോ. അങ്ങനെ ഇതാടെ അമ്പലത്തിന് ചുറ്റുവട്ടമില്ല, നല്ല അടിപൊളി സ്ഥലമാണ് ഇത്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇപ്പം മഴയെല്ലാം ആയതുകൊണ്ട് എല്ലായിടയ്ക്കും നല്ല പച്ചപ്പാണ്, എല്ലായിടയ്ക്കും നല്ല പച്ച വിരിച്ചിട്ടായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് ഇപ്പുറം മുറ്റത്തേക്ക് തന്നെ എത്തി. ഇനി അപ്പുറവും കൂടെ പോയിട്ടൊന്ന് എല്ലായിടയ്ക്കും തോവിട്ട് ശിവൻ്റെ അടുക്കയും അയ്യപ്പൻ്റെ അടുക്കലും ഒന്ന് തോതിട്ട് വരട്ട്. അപ്പോൾ നമ്മൾ പിന്നെ പാത്രം കൊണ്ടുപോയി കൊടുത്ത് പാല് കൊണ്ടുപോയി കൊടുത്ത് അതിൽ നമുക്ക് പായസവും കിട്ടീനട്ടെ. നല്ല അടിപൊളി പായസമാണ് എടുത്തത്, നല്ല രസമുള്ള പായസമാണ്. നമുക്ക് അത്ര വീട്ടിൽ നിന്ന് വെച്ചാൽ ആ ഒരു രുചി കിട്ടൂല പായസത്തിന്. അപ്പോൾ നമുക്ക് പിന്നെ നല്ല പാൽപ്പായസവും കിട്ടീനി. അങ്ങനെ നമ്മൾ ഇതായിപ്പുറം എല്ലാം വന്ന് തോത് നമ്മൾ വേഗം വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വരലായി. നല്ല പുറത്തെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്താനായി. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി. അപ്പോൾ പായസമെല്ലാം പിന്നെ എല്ലാവരും പിള്ളേരത് വീഡിയോ എടുക്കാൻ നിന്നില്ല. അപ്പോഴത്തേക്ക് തന്നെ പിള്ളേർ കോരലും കുടിക്കലും എല്ലാം തുടങ്ങിയിനി. അങ്ങനെ ഇതാ ദേശാപ്പുറം അമ്മക്കും കൊടുത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ പായസം. ഇത് പിന്നെ നമ്മൾ വരുമ്പോൾ അവിടുന്ന് ഇങ്ങെത്തിയാലും നമ്മൾ ചായേൻ്റെ പലഹാരം വാങ്ങുന്നുണ്ട്. പിള്ളേർ പറഞ്ഞ അപ്പവും ചിക്കനും വേണമെന്നിട്ട് അങ്ങനെ വാങ്ങിയതാണ്. ഇതെല്ലാം തിന്നേ പിന്നെ പിള്ളേർക്ക് ചോറൊന്നും വേണ്ട. ഉച്ചക്ക് പിന്നെ നമ്മൾ വന്നേ പിന്നെയാണ് ചോറെല്ലാം വെക്കാൻ നോക്കിയിനി. ഇത് തിന്നേ പിന്നെ ചോറൊന്നും വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ സാവധാനത്തിൽ ചോറെല്ലാം വെച്ച് അങ്ങനെയാണ്. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി തോതാ പിന്നെ ഒരു സമാധാനമല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും